കാസർഗോഡ് അരമങ്ങാനത്ത് നവവധു ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചു. അരമങ്ങാനം സ്വദേശിനി നന്ദനയാണ് മരിച്ചത്. ഏപ്രിൽ 26-നായിരുന്നു നന്ദനയുടെ വിവാഹം. മരിക്കാൻ പോകുന്നുവെന്ന് കാണിച്ച് മാതാവ് സീനയ്ക്ക് സന്ദേശവും ഈ കുരുക്കിന്റെ ഫോട്ടോയും അയച്ചിരുന്നു. വീട്ടുകാർ കിടപ്പ് മുറിയുടെ വാതിൽ തട്ടിയിട്ടും തുറക്കാത്തിനെ തുടർന്ന് വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോഴാണ് നന്ദനയെ ഷാളിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇത് കഴിഞ്ഞ ദിവസമാണ്, കഴിഞ്ഞ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നന്ദന രഞ്ജേഷിൻ്റെ, അരങ്ങാനം സ്വദേശി രഞ്ജേഷിൻ്റെ ഭാര്യയാണ്. പെരിയ സ്വദേശികളായ രവിയുടെയും സീനയുടെയും ഏക മകളാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു ഈ രഞ്ജേഷിൻ്റെയും നന്ദനയുടെയും വിവാഹം നടന്നത്. അതിനുശേഷം എന്താണ് ഇവർക്കുമിടയിൽ സംഭവിച്ചതെന്ന് പരിശോധിക്കണം. KV ബൈജുവിലേക്ക്. ബൈജു, ഈ ആത്മഹത്യാക്കുറിപ്പ് മറ്റവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടുകാർക്ക്, അതായത് അമ്മയ്ക്ക് താൻ മരിക്കാൻ പോകുന്നു എന്ന് കാണിച്ച് സന്ദേശം അയച്ചിട്ടുണ്ട്. എന്താണ് മരണകാരണം, ആത്മഹത്യക്ക് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് ടോമെ, പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഏപ്രിൽ 26-നാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. അതായത് ഇവർ ഒരു പ്രണയ വിവാഹമായിരുന്നു. ഈ മകളെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ മാതാപിതാക്കൾ ഇവരുടെ പരാതി നൽകുകയായിരുന്നു. പിന്നീട് ഇവർ വിവാഹിതരായി എന്ന വിവരം പോലീസിൽ അറിയിക്കുകയും പിന്നീട് അങ്ങനെ ഒരു കാര്യങ്ങളിൽ പോയായിരുന്നു. ഒരു ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്ത് വരുന്നതിനിടയിലാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ സ്വന്തം മാതാവിനോട് ഇത്തരത്തിലൊരു കുരുക്കും അതുപോലെ തന്നെ ഒരു സന്ദേശവും അയച്ചതിന് ശേഷമാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. ഈ വിവരം അപ്പോൾ തന്നെ അവരുടെ വീട്ടുകാരെ അറിയിക്കുകയും പിന്നീട് വന്നു നോക്കുമ്പോൾ വാതിൽ അടച്ച നിലയിലായിരുന്നു. അത് തകർത്ത് പിന്നീട് വീട്ടിനകത്ത് കയറിയപ്പോൾ ഈ ഷാളിൽ തൂങ്ങിയ നിലയിലായിരുന്നു നന്ദന ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഓണാഘോഷ പരിപാടിയിലൊക്കെ നന്ദന സജീവമായി പങ്കെടുത്തിരുന്നു എന്നാണ് ഈ ബന്ധുക്കളൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഒരു ആത്മഹത്യ ഈ നന്ദന ഇതിന് തയ്യാറായത് അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചെന്ന കാര്യത്തിൽ ഒരു പോലീസിന് ഒരു കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. പോലീസ് പറയുന്നത് ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇതിൽ ഒരു വ്യക്തത വരൂ. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി ലഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിനൊരു കാരണമെന്ന ഒരു കാര്യത്തിൽ ഒരു പ്രാഥമികമായ ഒരു നിഗമനത്തിൽ പോലീസിന് എത്താൻ സാധിക്കും. ഇതിൽ അസ്വാഭാവിക മരണത്തിന് മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും മാതാപിതാക്കൾ ഇതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു പരാതിയും ഇവർ മേൽപ്പറമ്പ് പോലീസിൽ നൽകിയിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേട്ടോ ബൈജു, അങ്ങനെ ഒരു ഗാർഹിക പീഡനമോ മറ്റോ അവിടെ ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ? മകൾ ഈ ഭർത്തൃ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് മാതാപിതാക്കളോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നോ? ടോമെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോലീസിന് ഇതുവരെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഇത്തരത്തിൽ മകളെ കാണാതാവുകയും പിന്നീട് ഇവർ തമ്മിൽ വിവാഹിതരാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് 5 മാസം മാത്രമേ ആയുള്ളൂ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇതിനിടയിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു, അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മരണകാരണം മറ്റെന്തെങ്കിലും ഉണ്ടോ, അതല്ല ഇത്തരത്തിൽ സ്വന്തം ആത്മഹത്യ ചെയ്താണോ എന്ന കാര്യത്തിലൊക്കെ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇതിൽ ഈ ഒരു കുരുക്കിന്റെ ഒരു ഫോട്ടോവും അതോടൊപ്പം ഒരു സന്ദേശവും വീട്ടിലേക്ക് അയച്ചിരുന്നു. ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്ന വിവരം ബന്ധുക്കൾ അറിയുന്നു, സ്വന്തം അമ്മയും അറിയുന്നതും പിന്നീട് വീട്ടുകാരെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചില സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് ഉൾപ്പെടെ പോലീസ് കടക്കൂ. എന്തായാലും ഈ ഭർത്തൃ വീട്ടിൽ ഇത്തരത്തിൽ നവവധു ആത്മഹത്യ ചെയ്യുന്ന സംഭവം അത് തുടർക്കഥയാവുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഈ ഒരു മാസത്തിനിടയിൽ തന്നെ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ കാസർഗോഡ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ഇതിൽ ഈ കുടുംബം ഇപ്പോൾ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതി ഇപ്പോൾ നിലവിലുണ്ട്. അതോടൊപ്പം പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ എന്താണ് ഇതിന്റെ ഒരു ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം എന്നത് ഇതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കേട്ടോ വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് അരമങ്ങാനത്താണ് നവവധു ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഈ പെൺകുട്ടിയുടെ മരണത്തിൽ
കാരണം എന്താണ്, ഈ നന്ദനയുടെ മരണത്തിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.